ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ മോഡ്യൂൾ 2 എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. ഓക്കെ, എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെമി കണ്ടക്ടർ. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സെമി കണ്ടക്ടറിനെ പറ്റി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റിയും പഠിക്കാനുണ്ട്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിനും സൂപ്പർ കണ്ടക്ടേഴ്സിനും പറ്റിയാണ് നമ്മൾ ഈ മോഡ്യൂൾ 2 ആയ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സെമി കണ്ടക്ടർ. ഓക്കെ, എന്താണ് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ ദ ക്ലാസ് ഓഫ് മെറ്റീരിയൽ എന്താണ് ദ ക്ലാസ് ഓഫ് മെറ്റീരിയൽസ് ഹാവിങ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റീസ് ദാറ്റ് ലൈ ബിറ്റ്വീൻ ഗുഡ് കണ്ടക്ടേഴ്സ് ലൈക്ക് മെറ്റൽസ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ലൈക്ക് ഗ്ലാസ്, മൈക്ക എക്സെട്ര. അപ്പോൾ എന്താണ് നമ്മുടെ മെറ്റൽസിന് ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻസുലേറ്ററിനും ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും അല്ലേ. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ ആണെന്ന് പറയുന്നത് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഒട്ടും കണ്ടക്ട് ചെയ്യത്തില്ല. സോ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചൊക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അതാണ് സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെമി കണ്ടക്ടർ നമുക്ക് എലമെൻ്റൽ, കോമ്പൗണ്ട് ആൻഡ് അലോയ് ടൈപ്പ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതിൽ എലമെൻ്റൽ ടൈപ്പിനകത്ത് വരുന്നതിന് എക്സാമ്പിളാണ് ജെർമേനിയം, സിലിക്കൺ. ഓക്കെ, ജെർമേനിയം സിലിക്കണും എന്താണ്, നമ്മുടെ സെമി കണ്ടക്ടറാണ്. ജെർമേനിയം സിലിക്കണും നമ്മുടെ സെമി കണ്ടക്ടറാണ്. സിലിക്കണാണ് നമ്മുടെ മൈക്രോ ഇലക്ട്രോണിക്സിൽ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. അപ്പം മൈക്രോ ഇലക്ട്രോണിക്സ് വൈഡ്ലി യൂസ് ചെയ്യുന്ന എലമെൻ്റ് ഏതാണ്, സിലിക്കൺ. സോ എലമെൻ്റൽ ടൈപ്പ് സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ജെർമേനിയം സിലിക്കണുമാണ്. അതിൽ സിലിക്കൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ വൈഡ്ലി യൂസ്ഡ് ഇൻ മൈക്രോ ഇലക്ട്രോണിക്സ്. ഇനി കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ദേ ആർ മെയ്ഡ് ബൈ യൂസിങ് എലമെൻറ്റ്സ് ഓഫ് 2, 3, 4, 5 ആൻഡ് 6 ഗ്രൂപ്പ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ 2nd, 3rd, 4th, 5th, 6th ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് INSP, INP, GAP. ഇതെല്ലാമാണ് അതിൻ്റെ എന്താണ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പോൾ ഈ 3 സാധനങ്ങളും, ഈ 3 സെമി കണ്ടക്ടേഴ്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസിലാണ് യൂസ് ചെയ്യുന്നത്. സോ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് അലോയ് ടൈപ്പ് ഒന്നും ആവശ്യമില്ല, നമുക്ക് വേണമെന്നുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണമെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? അതായത് സെമി കണ്ടക്ടർ ഏറ്റവും വലിയ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ സെമി കണ്ടക്ടർ എന്താണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ്. എന്നാൽ മെറ്റൽസിന് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. മെറ്റൽസ് ഹാവ് positive temperature coefficient of resistance while semiconductors have negative temperature coefficient of resistance. Okay, ഇനി a semiconductor gives high thermoelectric power with the signs both positive and negative. ഓക്കെ, ഒരു സെമി കണ്ടക്ടറിന് എന്ത് തരും, ഹൈ ആയിട്ടുള്ള തെർമോ ഇലക്ട്രിക് പവർ തരും. ആൻഡ് അതിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ആവാം. ഓക്കെ, ഇനി എ സെമി കണ്ടക്ടർ ഈസ് ലൈറ്റ് സെൻസിറ്റീവ്. ഓക്കെ, സെമി കണ്ടക്ടർ എന്താണ്, ഇറ്റ് ഈസ് ലൈറ്റ് സെൻസിറ്റീവ് ആണ്, ജനറേറ്റിംഗ് എയ്തർ എ ഫോട്ടോ വോൾട്ടേജ് ഓർ എ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് അപ്പോൺ ഇറാഡിയേഷൻ വിത്ത് ലൈറ്റ്. ഓക്കെ, ലൈറ്റ് വരുമ്പോഴത്തേക്ക് ലൈറ്റ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലൈറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകിൽ അത് ഫോട്ടോ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഫോട്ടോ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്, ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദർ ഇസ് എ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് അപ്പോൺ ഇറാഡിയേഷൻ വിത്ത് ലൈറ്റ്. അവിടെ അല്ലെങ്കിൽ എന്താ, ഒരു റെസിസ്റ്റൻസിലുള്ള ചേഞ്ച് അവിടെ ഉണ്ടാകും. അപ്പോൾ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെമി കണ്ടക്ടർ. എന്തൊക്കെയാണ്, ഹാസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. എന്താണ്, സെമി കണ്ടക്ടറിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. എന്നാൽ മെറ്റൽസിന് ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. സെമി കണ്ടക്ടർ ഗീവ്സ് ഹൈ തെർമോ ഇലക്ട്രിക് പവർ വിത്ത് സൈൻസ് ബോത്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ആവാം. പിന്നെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് സെൻസിറ്റീവ് ആണ്. ഇനി നമുക്ക് അങ്ങോട്ടുള്ള എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഇനി പഠിക്കാൻ പോകുന്ന ഈ സാധനങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എനർജി ബോണ്ട്സ് അല്ലെ, എനർജി ബാൻഡ്സ് ഓഫ് സോളിഡ്സ്, അല്ലെങ്കിൽ ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ് എന്ന് പറയാം. എന്താണ് ഈ എനർജി ബാൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എന്താണ് എനർജി പൊസസ്ഡ് ബൈ എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതിനാണ് നമ്മൾ എനർജി ബാൻഡ് എന്ന് പറയുന്നത്.
സോ വി ഹാവ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതെന്ന് പറയുന്നതാണ് താഴെ കൊടുത്തേക്കുന്ന വാലൻസ് ബാൻഡാണ് ആൻഡ് മുകളിൽ കൊടുത്തേക്കുന്ന കണ്ടക്ഷൻ ബാൻഡാണ്. നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് വാലൻസ് ബാൻഡിൽ എന്ന് പറഞ്ഞാൽ എനർജി കുറവായിരിക്കും, കണ്ടക്ഷൻ ബാൻഡിന് എനർജി കൂടുതലായിരിക്കും. ആൻഡ് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് നമ്മൾ വിളിക്കുന്ന പേര് വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിനെ വിളിക്കുന്നത് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷന് അല്ലെങ്കിൽ സെമി കണ്ടക്ടിവിറ്റിക്ക് കാരണമാകുന്ന ഏതാണ്, ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ആൻഡ് ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്, അതിനെയാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ഫിഗർ പഠിച്ചാൽ നമുക്ക് കുറേ പോയിന്റ്സ് അതിൽ നിന്ന് തന്നെ കിട്ടും. ഒന്നും കൂടെ ഞാൻ പറയാം, ലോവസ്റ്റ് എനർജി ലെവലാണ് ബാൻഡാണ് ഏതെന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. ആൻഡ് ബാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിന് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കണ്ടക്ഷന് സഹായിക്കുന്നത്. ഇനി ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്, അതിന് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വാലൻസ് ബാൻഡ്, എന്താണ് കണ്ടക്ഷൻ ബാൻഡ്, എന്താണ് ഈ എനർജി ഗ്യാപ്പ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺസ് പൊസസ് ചെയ്യുന്ന ആ ഒരു റേഞ്ച് ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാലൻസ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നതാണ് റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഈ ബാൻഡിൽ എന്താണുള്ളത്, ഈ ഉള്ള ഇലക്ട്രോൺസ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയും. ഈ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്തെങ്കിലും ഇലക്ട്രോൺസിനെ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇലക്ട്രോൺസ് ഹാവ് ലോവർ എനർജി ദാൻ ഇലക്ട്രോൺ ഇൻ കണ്ടക്ഷൻ ബാൻഡ്. നമുക്ക് ഈ ഫിഗർ തന്നെ കാണാമല്ലോ, വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ എനർജി, ഇവിടെയുള്ള ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോണിനേക്കാളും കുറവായിരിക്കും. ഇലക്ട്രോൺസ് ഇൻ ദിസ് ബാൻഡ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ടു ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിക് കറണ്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ വാലൻസ് ബാൻഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യോ ഇല്ല. സോ ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ബാൻഡ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ടു ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ് ലൈസ് ബിലോ ഫെർമി ലെവൽ. ഫെർമി ലെവലിന് താഴെയായിട്ടാണ് ഈ വാലൻസ് ബാൻഡ് വന്നേക്കുന്നത്. ഓക്കെ, ഫെർമി ലെവൽ എന്താണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇത് മാത്രം അറിയാം, ഫെർമി ലെവലിന് താഴെയാണ് എന്ത് വരുന്നത്, വാലൻസ് ബാൻഡ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവിടെ റെയർലി പ്രസൻ്റ് ആണ്. ഇവിടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് റെയർലി ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ആ ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് എം ടി ആയിരിക്കും അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. നമ്മുടെ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എം ടി ആയിരിക്കും അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. ഇനി ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആർ നോൺ ആസ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഫ്രീ ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. ആൻഡ് ഈ ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിക് കറണ്ടിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ലോവസ്റ്റ് ഓക്കുപ്പൈഡ് എനർജി ലെവൽ. ഓക്കെ, ലോവസ്റ്റ് ഓക്കുപ്പൈഡ് എനർജി ലെവൽ ഏതെന്ന് വെച്ചാൽ കണ്ടക്ഷൻ ബാൻഡ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് അവിടെ എന്താണ്, ലോ ആണ്. ലോവസ്റ്റ് ഓക്കുപ്പൈഡ് എനർജി ലെവൽ, ലോവസ്റ്റ് ഓക്കുപ്പൈഡ് ആണ്. ഓക്കെ, ലോവസ്റ്റ് ഓക്കുപ്പൈഡ് എനർജി ലെവലാണ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് ഹാവ് ലോവർ, ഇവിടെ എന്താ പറഞ്ഞ, ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിനേക്കാളും ലോവർ എനർജിയാന്ന് പറഞ്ഞു. ആൻഡ് ലോവസ്റ്റ് ഓക്കുപ്പൈഡ് എനർജി ലെവലാണ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എനർജി ഗ്യാപ്പ്, അല്ലെങ്കിൽ എനർജി ഗ്യാപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫെർബിഡൻ ബാൻഡ് എന്ന് വിളിക്കും. ഓക്കെ, ഫെർബിഡൻ ബാൻഡ്. ഓക്കെ, ഫെർബിഡൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് നോൺ ആസ് ഫെർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫെർബിഡൻ ബാൻഡ് എന്ന് പറയും. നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ്, വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്കുള്ള ഈ ഒരു എനർജി ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫെർബിഡൻ ബാൻഡ് അല്ലെങ്കിൽ ഫെർബിഡൻ ഗ്യാപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ്, നോ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് ഗ്യാപ്പ്. ഈ ഗ്യാപ്പിൽ ഇലക്ട്രോൺസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, ഇല്ല. സോ ഈ ഒരു എനർജി ഗ്യാപ്പിൽ എന്തില്ല, ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എനർജി ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ എനർജി ഗ്യാപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, അവിടെ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. ദെൻ എനർജി ബാൻഡ്സ് ഇൻ സെമി കണ്ടക്ടർ. ഓക്കെ, സെമി കണ്ടക്ടറിലെ എനർജി ബാൻഡ്സിനെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്നാ, ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് നമുക്ക് കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, എങ്ങനെയാണ് സെമി കണ്ടക്ടറിൽ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു സെമി കണ്ടക്ടറിൽ എന്തുണ്ട്, വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാലൻസ് ബാൻഡ് ആൻഡ് ദിസ് ഈസ് അവർ കണ്ടക്ഷൻ ബാൻഡ്. ആൻഡ് ഇത് തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പാണ് നമ്മുടെ എനർജി ഗ്യാപ്പ്. ഓക്കെ, ഇതിൻ്റെ ബേസിൽ പറയണം. ഇതിൽ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടറിൻ്റെ കേസിലാണ് ഇറ്റ് ഈസ് പാർഷ്യലി ഫിൽഡ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, പാർഷ്യലി
ഫിൽഡ് ആയിട്ടുള്ള കണ്ടക്ഷൻ ബാൻഡാണ്. ഓക്കെ, ഇത് എപ്പോഴാണ് ഈ കണ്ടീഷൻ പറയുന്നത്? അറ്റ് റൂം ടെമ്പറേച്ചർ, അതായത് 300 കെൽവിൻ്റെ കേസാണ് പറയുന്നത്. അറ്റ് 300 കെൽവിൻ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. ഇനി വാലൻസ് ബാൻഡ് എങ്ങനെയായിരിക്കും? വാലൻസ് ബാൻഡ് ഈസ് ഓൾസോ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. ഇത് എപ്പോഴുള്ള കേസാണ്? അറ്റ് റൂം ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 300 കെൽവിൻ. ഇനി ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നാരോ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റ് അറിഞ്ഞിരിക്കണം. സെമി കണ്ടക്ടറിൻ്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും പാർഷ്യലി ഫിൽഡ് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 300 കെൽവിൻ, ആൻഡ് ദിസ് എനർജി ഗ്യാപ്പ് ഈസ് നാരോ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഈ ഒരു ടിപ്പിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, കണ്ടക്ടേഴ്സിന് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 10⁻² മുതൽ 10⁻8 ഓം മീറ്റർ ആണ്. ഇനി റെസിസ്റ്റിവിറ്റി നമുക്കറിയാം, റെസിസ്റ്റിവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റോ എന്നാണ് അല്ലേ. അതെന്ന് പറയുന്നത് 1/σ. 1/σ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ടക്ടിവിറ്റി. സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? കണ്ടക്ടിവിറ്റി. സോ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? Ohm⁻1 m⁻1, അല്ലെങ്കിൽ നമ്മൾ അതിനെ സൈമൻസ് പെർ മീറ്റർ എന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇവിടെ എല്ലാം പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂസ് ആണ് പറയുന്നത്. കണ്ടക്ടറിൻ്റെ കേസിൽ റെസിസ്റ്റിവിറ്റി എത്രയാണ്? 10⁻² മുതൽ 10⁻8 മൈക്രോമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി എത്രയായിരിക്കും? ദാറ്റ് ഈസ് 10⁻² മുതൽ 10⁻8 Ohm⁻1 m⁻1. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, ഞാൻ ജസ്റ്റ് പറയുന്നത്. ഇനി സെമി കണ്ടക്ടേഴ്സിനാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി 10⁻5 മുതൽ 10⁻6 മൈക്രോമീറ്റർ ആണ്. സോ അതിൻ്റെ കണ്ടക്ടിവിറ്റി എത്രയാണ്? സിഗ്മ എന്ന് പറയുന്നത് എത്ര വരും? 10⁻5 മുതൽ 10⁻6 Ohm⁻1 m⁻1. ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ 10⁻11 മുതൽ 10⁻19 വരെയാണ് റെസിസ്റ്റിവിറ്റി. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈലി റെസിസ്റ്റീവ് ഉണ്ടാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. സോ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ലോ ആയിരിക്കും. റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും, ബട്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 10⁻19 Ohm⁻1 m⁻1 ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി ഓരോ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലും ഈ ഒരു സെമി കണ്ടക്ടർ എങ്ങനെയാണ് ബിഹേവിയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞ കേസ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞ കേസ് എന്തായിരുന്നു? അറ്റ് റൂം ടെമ്പറേച്ചർ, അതായത് 300 കെൽവിനിലാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് പാർഷ്യലി ഫിൽഡ് ആണ്, വാലൻസ് ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആണ്, നാരോ എനർജി ഗ്യാപ്പാന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് അറ്റ് അബ്സല്യൂട്ട് 0, അതായത് 0 കെൽവിൻ അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസിൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ആക്ട് ലൈക്ക് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എപ്പോഴാണ് എപ്പോഴാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് ടെമ്പറേച്ചറിലാണ് സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? എപ്പോഴാണ്? അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 കെൽവിൻ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇൻസുലേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇൻസുലേറ്ററിൻ്റെ പ്രത്യേകത ഞാൻ പറയുകയാണ് കേട്ടോ. ഇൻസുലേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനും ബാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഇതിൽ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എംപ്റ്റി ആയിരിക്കും. ഏതിനാണ്? ഇൻസുലേറ്ററിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, ഇൻസുലേറ്ററിന് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എംപ്റ്റി ആണ്. വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഫുള്ളായിരിക്കും. ആൻഡ് നമ്മുടെ ഈ ഒരു കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കണ്ടക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. സോ കണ്ടക്ഷൻ ബാൻഡ് എംപ്റ്റി ആയിരുന്നാൽ അവിടെ ഏതെങ്കിലും ഇലക്ട്രോൺ ഉണ്ടോ അതിന് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ? ഇല്ല. സോ അതെന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ എന്ന് പറയാം. ആൻഡ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്ന സമയം ഇവിടെ എംപ്റ്റി ആണെങ്കിൽ ബാക്കി എല്ലാ ഇലക്ട്രോൺ എവിടെ ആയിരിക്കും? വാലൻസ് ബാൻഡിനാണെന്ന് അങ്ങ് പറയുക. സോ അതെന്ന് പറഞ്ഞാൽ ഫുള്ളായിരിക്കും. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസ് ഗെയിൻ എനർജി ആൻഡ് ജംപ് ടു കണ്ടക്ഷൻ ബാൻഡ് ഇനേബിളിംഗ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ഓർക്കുക. ഇൻസുലേറ്ററിന് ഇനി ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ ഒരു എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹൈ ആയിരിക്കും. ഓക്കെ, എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് ഇൻ കേസ് ഓഫ് ഇൻസുലേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് അറ്റ് 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0-ൽ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എന്തൊക്കെയാണ് അതിവിടെ നടക്കുന്നത്? ആ ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ഷൻ ബാൻഡ് എംപ്റ്റി ആവും. ഇൻസുലേറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇതെല്ലാം. അപ്പോൾ 0 കെൽവിനിൽ ഇൻസുലേറ്ററും സെമി കണ്ടക്ടറും എല്ലാം എന്താണ്? ഒരേപോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി ആവും, വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിരിക്കും,
ലാർജ് എനർജി ഗ്യാപ്പ് ആയിരിക്കും. ഇതാണ് ഇൻസുലേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് തന്നെയായിരിക്കും അറ്റ് 0 കെൽവിൻ സെമി കണ്ടക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരണം. ഇനി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ ഇലക്ട്രോൺസ്, വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് എന്ത് കിട്ടും? എനർജി കിട്ടും. അപ്പോൾ എന്ത് ചെയ്ത് ജമ്പ് ചെയ്ത് ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവും. അങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ എന്തുണ്ടാവും? ഇവിടെ വരുന്ന ഇലക്ട്രോൺസ് അപ്പോൾ ഏതാണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി എനർജി ഗ്യാപ്പ് ഓരോന്നിനും എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, എനർജി ഗ്യാപ്പ് ഓഫ് എ സെമി കണ്ടക്ടർ എന്ന് ചോദിച്ചാൽ കുറേ ഓപ്ഷൻ തന്നിരിക്കും. വെരി ലാർജ്, ഇൻഫൈനൈറ്റ്, നാരോ, സീറോ എന്നൊക്കെ. ഏതാണ് വരുന്നത്? എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് എ സെമി കണ്ടക്ടർ ഇറ്റ് ഈസ് നാരോ. അതായത് ഇറ്റ് ഈസ് അബൌട്ട് 1 ഇലക്ട്രോൺ വോൾട്ട്. അതായത് ജെർമേനിയം ആണെങ്കിൽ 0.72 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും എനർജി ഗ്യാപ്പ് വരുന്നത്. സിലിക്കൺ ആണെങ്കിൽ 1.1 ഇലക്ട്രോൺ വോൾട്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ സെമി കണ്ടക്ടർ എന്ന് പറയാം. എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻസുലേറ്റർ. ഇനി എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ഇൻ കേസ് ഓഫ് കണ്ടക്ടർ. അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ഇൻ കേസ് ഓഫ് കണ്ടക്ടർ. ഇനി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ബട്ട് ദേ ആർ ഓവർലാപ്പിംഗ് ഈച്ച് അതർ. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ, ഇതെന്ന് പറയുന്നത് വാലൻസ് ബാൻഡ് ആൻഡ് ദിസ് ഇസ് കണ്ടക്ഷൻ ബാൻഡ്. ഈ ഒരു പോർഷൻ എന്താണ്? അതെന്ന് പറഞ്ഞാൽ ഓവർലാപ്പ് ചെയ്തിരിക്കുക. ഏതിൻ്റെ കേസാണ് ഇതെന്ന് പറയുന്നത്? കണ്ടക്ടറിൻ്റെ കേസാണ്. സോ അവിടെ എന്തെങ്കിലും എനർജി ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല, ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനർജി ഗ്യാപ്പ് 0 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ ഒരു എനർജി ഗ്യാപ്പ് എന്താണ്? ഇൻഫിനിറ്റ് ആണെന്ന് വയ്ക്കുക. ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഇൻസുലേറ്റർ. ഓക്കെ, ഇൻസുലേറ്ററിൻ്റെ കേസിലാണ് ഈ എനർജി ഗ്യാപ്പ് കൂടുതലായിട്ട് വരുന്നത്. അത് ഇൻഫിനിറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഐഡിയൽ ഇൻസുലേറ്റർ എന്ന് പറയാം. ആൻഡ് ഈ എനർജി ഗ്യാപ്പ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻസുലേറ്റർ. ഇനി കണ്ടക്ടറിൻ്റെ എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കാം. താങ്ക് യു.